പീരിയഡ്സ് ഇറഗുലർ ആവുന്ന സമയത്ത് നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ PCOD ഉണ്ട് എന്ന് അറിയുകയും നമ്മളത് വല്ലാതെ മൈൻഡ് ചെയ്യാതെ വല്ലാതെ കെയർ ചെയ്യാതെ അത് വിട്ട് കളയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, PCOD ഉണ്ട് ഡോക്ടറെ, പക്ഷെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യമുണ്ടോ? ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പേഷ്യൻസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PCOD എന്നത് മെയിനായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ആണ് PCODയിൽ വരുന്നുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സിസ്റ്റമിക് പ്രശ്നങ്ങൾ കൂടി നമ്മുടെ ശരീരത്തിന് വരുന്നുണ്ട്. അതായത് നമുക്കൊരു 30+ ഒക്കെ ആകുമ്പോഴേക്കും, ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഡയബറ്റിക് ആവുകയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടുകയും, ഇത് ഒത്തിരി കാലം ട്രീറ്റ് ചെയ്യാതെ വിടുന്ന പക്ഷം ചില ആളുകളിൽ റെയറായിട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ വരെ കാണാറുണ്ട്. അതുപോലെ സാധാരണഗതിയിൽ കപ്പിൾസ് PCOD കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ കെയർ ചെയ്യാതെ വിടുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുകയും PCOD യെ കൃത്യമായിട്ട് ചികിത്സിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക.